സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളൊരു കരിമുട്ടി വാഹനം അടിച്ചിട്ടുണ്ടല്ലോ, സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ചാണ് അടിച്ചിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. നല്ല കരിമുട്ടി സാധനം പുറത്ത് വെച്ചാണ് നമ്മൾ അടിച്ചത്. പുറത്ത് ഓപ്പൺ ഏരിയ വെച്ച് അടിച്ചാണ്. ഇവനെ ഓടിപ്പിടിച്ച് ഈ ഒരു കാട്ടി വന്ന് കയറിയിരിക്കുകയാണ്. നമ്മുടെ ഒരു 70 LB ആണ് ബ്രൈഡ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാനൊരു മരത്തെ കയറിയാണ് നിൽക്കുന്നത്. ഇവനൊരു മരത്തേലാണ് ചുറ്റിയിരിക്കുന്നത്. ഇവനെ എടുത്തിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പോൾ നമ്മളവനൊരു കണക്കിന് എടുത്തിട്ടുണ്ട്. നല്ല ഉരുണ്ട നല്ല കരി കളർ വാഹ, മണൽ വല്ല നീലേ വല്ലാത്തൊരു സാധനം കേട്ടോ. നിങ്ങളെ ഈ വീഡിയോ കാണിച്ചു തരുന്നതിൻ്റെ ഇടയ്ക്ക്, അതായത് നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ പോലെ ഒരു 300-800 മേളിൽ തൂക്കം വരുന്നൊരു സാധനമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ താഴെ പോകും കേട്ടോ, വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഇതേ താഴെ പോയി. വേറൊന്നുമല്ല, സ്ലിപ്പായി പോയതാണ്. ഫോണും വെള്ളത്തിൽ പോയാൽ ഞാനും വെള്ളത്തിൽ പോയാൽ ഒരു കണക്കിന് പോയില്ല. അപ്പോൾ നോക്കുമ്പോൾ 4 വാഹ കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വാഹ ഇതാണ്. ഒരു 900 ഗ്രാം കാണുമായിരിക്കും. 1 കിലോ 900 ഗ്രാം കാണുമായിരിക്കും. ഉദ്ദേശമാണ് കേട്ടോ. ഇതൊരു 400, അത് 400 1.5 കിലോ എടുത്ത് വരും. ഇതൊന്നും തൂക്കാതെ പറയുവാണ്. ഇതൊക്കെ ഞാൻ ലൈവായിട്ട് എടുത്ത വീഡിയോ ആണ്. നമുക്ക് മൂന്നാമത് കിട്ടുന്നൊരു ചേറുമീനാണ്. ഇത് എത്രയും തന്നെ, അതൊരു 400 1.5 കിലോ എടുത്ത് വരുന്ന ഒരു ചേറുമീനാണ്. കാര്യം എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മീനെ വലിപ്പമായിട്ട് തോന്നത്തില്ല. ഇവനാണ് ഐറ്റം, നമ്മുടെ മാന്താപ്പറ്റ. മീൻ അടിക്കുന്ന വിഷ്വലില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനത്തിന് നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതെന്തായാലും നടന്നിട്ടുണ്ട്. അതായത് ഇതൊരു ഒറ്റയാൻ വാഹയാണ്. അതായത് ഒറ്റയ്ക്ക് നടക്കുന്ന അല്ലെങ്കിൽ നല്ല വിളഞ്ഞു മുറ്റുന്ന വാഹയാണ്. ഇമാതിരി കരി കളറാകത്തുള്ളൂ. ഇമാതിരി സാധനം നല്ല ഫൈറ്റും തരും. നല്ല ഉരുണ്ട ഒരു സാധനം. ഇങ്ങനെ ഒരു 300-800 തൂക്കം വരുന്ന ഒരു സാധനമാണ്. ഇതെല്ലാം നോർമലായിട്ടുള്ള തൂക്കമാണ്. നമ്മുടെ കൈത്തൂക്കമാണ് പറയുന്നത്. നോർമൽ സ്ലിംഗ് ഷോട്ടിൻ്റെ കവണ, അതുപോലെ തന്നെ VL25 റീല്, അതുപോലെ തന്നെ നോർമൽ ഡാട്ട്, 70 LB ബ്രൈഡ്, പിന്നെ 2 ഗ്ലൗസ്. ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഗണ്ണിനോ തോക്ക് തെറ്റാലിക്കോ വേറൊരു സാധനത്തിനോ അല്ല ഞാൻ അടിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു നോർമൽ സാധനത്തിൽ തന്നെയാണ്, ബേസ് മോഡൽ. അതുപോലെ തന്നെ AC കനാൽ, ആലപ്പുഴ AC കനാൽ റൂട്ടിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. AC കനാലിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ചങ്ങനാശ്ശേരി പോകുന്ന റൂട്ടിൽ മൊത്തം 4 മീൻ കിട്ടിയിട്ടുണ്ട്. വൈഫ് കുഞ്ഞൊക്കെയാണ് ഉള്ളതിൻ്റെ കൂടെ. അവരെ കോട്ടയത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മളൊരു ഫിഷിങ് ചെയ്തത്. നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് കിട്ടിയതാണ്. എൻ്റെ മൂത്ത മോളെ, ഇളയ മോളെ എൻ്റെ വൈഫിൻ്റെ കയ്യിലിരിക്കുന്നത്. വൈഫാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കിതിനെ പിന്നെയും കാണിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല കിണ്ണ സാധനമായതുകൊണ്ടാണ്. അതെന്താ പറയുക, നല്ല ചിമിട്ടനൊരു സാധനം. ഈ അടിക്കുന്ന കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് ഇത് ഇത്രയൊക്കെ ടൈപ്പ് അടിച്ചിട്ട് എനിക്ക് കയറാതെ പോയിട്ടുണ്ട്, പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ഡാട്ട് ഒടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആയിട്ടാണ് വേണ്ടി അടി കിട്ടിയത്. അടിച്ച് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ചേറുമീൻ്റെ ഈ ഒരു വയറിൻ്റെ ഭാഗത്ത് ഈ വാഹയുടെ ഈ കണ്ണി കൂടെ അടിച്ച് ഈ കവളത്തൂടെ വന്ന്, അതുകൊണ്ട് അവനൊന്നും ഓടാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ഷോട്ടായിരുന്നു. അതുകൊണ്ടാണ് അളിയൻ വടി പോലെ ഇരിക്കുന്നത്, ചത്തുപോയി. ഇനി കമ്പാരിസൺ വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്നെ വെച്ച് കമ്പയർ ചെയ്താൽ മീനിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടല്ലോ, എൻ്റെ കൊച്ചിനെ വെച്ചിട്ട് 4 വയസ്സുള്ളൊരു കൊച്ചാണ്. പകുതി കൂടുതലുണ്ട് പുള്ളിയായിട്ടുള്ള ലെങ്ത്. പുള്ളി ഒരു 15 കിലോ വെയിറ്റ് കാണുമായിരിക്കും. വെറുതെ വന്ന് കമൻറ്റ് ബോക്സിൽ പൊങ്കാലിടായിരിക്കാനാണ് ഈ തൂക്കോ ഇതെല്ലാം കമ്പാരിസൺ ചെയ്യുന്നത്. കണ്ടല്ല, നല്ല ഒത്തൊരു സാധനം. നല്ല ഉരുണ്ടതാണ് കേട്ടോ. ലെങ്ത് കുറവാണ് മീൻ, പക്ഷേ നല്ല ഉരുണ്ട മീനാണ്. ഇനി ഞാനൊന്ന് ഗ്രിപ്പറിലിട്ടിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.